സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിൽ വർഗീയ പരാമർശമായി ബി.ജെ.പി നേതാവ് ലസിത പാലക്കൽ മമ്മൂട്ടിയുടെയും സൗബിൻ ഷാഹിറിന്റെയും ആസിഫ് അലിയുടെയും പേരുകൾ എടുത്തു പറഞ്ഞ് ഇപ്രാവശ്യം മുഴുവൻ ഇക്കാക്കമാർ ആണല്ലോ എന്നാണ് ലസിത പാലക്കൽ പറഞ്ഞത്. മികച്ച നടി ഷംല ഹംസ, മികച്ച നടൻ മമ്മൂട്ടി, പ്രത്യേക ജൂറി പരാമർശം ആസിഫ് അലി, മികച്ച സ്വഭാവ നടൻ സൗബിൻ ഷാഹിർ, മികച്ച ഛായാഗ്രഹണം ഷൈജു ഖാലിദ്, മികച്ച നവാഗത സംവിധായകൻ ഫാസിൽ മുഹമ്മദ്. ഇപ്രാവശ്യം മൊത്തം ഇക്കാക്കമാരാണല്ലോ, ഇതാണോ പരാതിയില്ലാത്ത അവാർഡെന്ന് മന്ത്രി പറഞ്ഞത്. മേമർ പോട്ട മക്കളെ, ലസിത പാലക്കൽ കുറിച്ചു. മികച്ച ഗാനരചനാ പുരസ്കാരം കരസ്ഥമാക്കിയ വേടനെ മുൻ പോസ്റ്ററിൽ ലസിത പരിഹസിച്ചിരുന്നു. മഹാരഥന്മാർക്കൊപ്പം കള്ളും കഞ്ചാവും അടിച്ച് പീഡനക്കേസിൽ പ്രതിയാവുകയും ചെയ്ത പോസ്റ്റുകൾ കണ്ണും മനസ്സും ഒരുപോലെ വേദനിക്കുന്നു. ഇതോ സാംസ്കാരിക കേരളം എന്നാണ് ലസിത ചോദിച്ചത്. അവാർഡ് കിട്ടണമെങ്കിൽ ഒരു പീഡനമെങ്കിലും ഉണ്ടായിരിക്കണമെന്ന് മറ്റൊരു വീഡിയോയിൽ ഇവർ പറഞ്ഞു. പ്രമേയുഗം എന്ന ചിത്രത്തിൽ മികച്ച പെണ്ണത്തിനാണ് മമ്മൂട്ടി മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ടത്. ഫെമിനിറ്റി ഫാത്തിമയിലെ അഭിനയത്തിലൂടെ ഷംല ഹംസ മികച്ച നടിയായി. മഞ്ഞുമൽ ബോയ്സ് ഇത്തവണത്തെ അവാർഡുകളിൽ 8 പുരസ്കാരങ്ങൾ നേടി തിളങ്ങി. ഈ ചിത്രത്തിലൂടെ ചിദംബരം മികച്ച സംവിധായകനും തിരക്കഥാകൃത്തുമായി. ഷൈലു ഖാലിദ്, മഞ്ഞുമൽ ബോയ്സ്, അജയൻ ചാലശ്ശേരി കലാസംവിധാനം, ശബ്ദരൂപണ, ശബ്ദമിശ്രണം എന്നിവയ്ക്ക് മഞ്ഞുമൽ ബോയ്സിന് അംഗീകാരം ലഭിച്ചു.